ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ പൊളിച്ചൊക്കെ എണീച്ച് കിടന്നതാണ്. കുട്ടിയൊക്കെ ഒരു 8 മണിയാകുമ്പോൾ പോയാൽ മതി. അപ്പോൾ അങ്ങനെ കിടന്നു ഉറങ്ങിപ്പോയി. നല്ല മഴ പെയ്തിട്ട് നല്ല ചൂടായിരുന്നു രാത്രി. ഫാനോട്ട് അങ്ങനെ കിടന്നതാണ്. മക്കളൊക്കെ ക്ലാസ്സിൽ വിട്ട് ആ സമയത്ത് വീഡിയോസൊന്നും എടുക്കാൻ തീരെ സമയം ഉണ്ടാവില്ല. പിന്നെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ മാറ്റി അലക്കാനുണ്ട്. വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളതാണ്. കൊതുക്കിപ്പെറുക്കിന് തുടക്കാനുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയപ്പോൾ വാങ്ങിയതാണ്. ഇത് മറ്റേ കിടക്കുന്ന ഊഞ്ഞാലാട്ടോ. 2 ഭാഗത്ത് അങ്ങനെ നമുക്ക് കെട്ടാൻ പറ്റിയൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒറ്റ കമ്പിയിൽ അങ്ങനെ കെട്ടിയിട്ടിട്ട്. അപ്പോൾ ഉമ്മച്ചി ഇതാ തുടക്കണേ. ഞാൻ അടിച്ചു വാരി കൊടുത്ത് ഉമ്മച്ചി തുടക്കുന്നുണ്ട്. പിന്നെ ഉമ്മമാരുണ്ടെങ്കിൽ നമുക്ക് കുറേ സമാധാനമാണ് പണികളൊക്കെ, അല്ലേ മദർ? ഞാൻ സംസാരിക്കുമ്പോൾ ഒരു കിതപ്പുണ്ടല്ലേ, അപ്പം നിങ്ങളൊക്കെ വിചാരിക്കേണ്ടാവും എന്താ കിതപ്പ്. എനിക്ക് ബ്ലഡ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. ഹീമോഗ്ലോബിൻ കുറവാണ്. അപ്പം ഇങ്ങനെ നീരൊക്കെ വരും കാലിന്. അപ്പം ചുട്ടതുപോലുണ്ട്. അപ്പം ചുട്ട നന്നാവൂല. അപ്പം ചുട്ട നന്നാവില്ല. അപ്പം ചുട്ട നന്നാവൂല. അപ്പം നല്ല നീരാണ്. അത് ഇങ്ങനെ തന്നെയാണ്, ബ്ലഡിൻ്റെ ഒരു കുറവാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ പ്രഗ്നൻസി സമയത്ത് കുറച്ച് അധികമാണ്. ഇടയ്ക്കിടയ്ക്ക് മരുന്നൊക്കെ കയറ്റലൊക്കെയാണ്. അതിന് കിതപ്പുണ്ടാവുമെന്ന് പറയും. ഇന്ന് പിന്നെ കുറേ കടികളൊന്നും ഉണ്ടാക്കില്ല. ഇന്നിപ്പോൾ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കത്തിരി അരി പൊതിർത്തിയിട്ടുണ്ട്. ഇന്ന് ബദരീങ്ങളായതുകൊണ്ട് ചോറും കറിയൊക്കെ നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കണമൊന്നുമില്ല കേട്ടോ. ഇത് ഉണ്ടാക്കണം എന്നില്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒന്ന് കടി വേണ്ടേ, മക്കൾക്ക് നോമ്പുള്ളല്ലേ വെച്ചിട്ടുണ്ടാക്കുക. ഇപ്പോൾ ഇറച്ചിപ്പത്തിരി ഏകദേശമായി തോന്നുന്നു. അയക്കണേ കുത്തിയോട്ടെ. അല്ല ആയിട്ടില്ല, പക്ഷേ ആയിട്ടിട്ട് സ്പൂണിലാവില്ല. അതുകൊണ്ട് അതിന് നമുക്ക് ഉറപ്പിക്കാം. പള്ളിച്ചോറ് കൊണ്ടുവന്നിട്ടോ, നെയ്ച്ചോറും ബീഫ് കറിയും. ഈ കറീൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ എത്ര ഉണ്ടാക്കിയാലും കിട്ടൂലല്ലേ, ഒരു പ്രത്യേക ടേസ്റ്റാണ് പള്ളിയിലത്തെ കറിക്ക്. അപ്പം നമുക്ക് നോമ്പെടുക്കുമ്പോൾ അടിക്കാം. സ്കൂള് വിട്ട് വന്നിട്ട് കുളിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല. കുക്കു കുളിച്ച്. അപ്പം നോമ്പ് തുറക്കാൻ പള്ളിയിലത്തെ ചോറ്, പള്ളിക്കറി, ബീഫ് കേട്ടാ, വത്തക്ക, ചോറിന് സവാള സുർക്കയിലിട്ടത്, വെള്ളച്ചമ്മന്തി, പപ്പടം, ജ്യൂസുണ്ട്. പിന്നെ നമ്മൾ ഇറച്ചിപ്പത്തിരി, നോമ്പുറക്കാൻ ഈത്തപ്പഴം, പിന്നെ ചായ കട്ടൻ ചായയാണ്. ആർക്കൊന്നും പാൽ ചായ വേണ്ട പറഞ്ഞപ്പോൾ ഞങ്ങൾ കട്ടൻ ചായ ഉണ്ടാക്കി. അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.